അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ലോസ് ആയതും അതുപോലെ തന്നെ ഹെയർ വളർച്ചയൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ് എൻ്റെ ഹെയറിന് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ 2023 ഒരു പിക്കാണ് കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ അന്ന് ഒട്ടും മുടിയില്ലായിരുന്നു എൻ്റെ ഇവിടെ നിന്ന് ഒട്ടും മുടിയില്ല. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു കഷണ്ടി പോലെ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ അത്. ഇത്ര മുടി ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോഴത്തേക്ക് ഈ ഒരു കൈ ഇങ്ങനെ ഒരു ബണ്ണ് പോലും കയറത്തില്ലായിരുന്നു, അങ്ങനെ ഊരി പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു മുടിയായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ട്, കുറച്ചല്ല അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ മുടിക്കെന്ന് പറയാനായിട്ട്. അത് ഞാൻ ലൈവായിട്ട് തന്നെ എൻ്റെ മുടിയുടെ ഒരു നീളവും തിക്നെസ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ പോയി എന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓരോരുത്തരും എന്നോട് ചോദിച്ചതാ, എങ്ങനെ ഈ ഹെയർ പോയത് അപ്പം ഞാൻ തന്നെ വിചാരിക്കും ഇതിനു വേണ്ടി എനിക്ക് ഹെയർ ഉണ്ടായിരുന്നോ എന്ന്. ഞാൻ അന്ന് ഹെയർ ഉള്ളപ്പോൾ ആരും പറയത്തില്ല ഇത്രയും ഹെയർ ഉണ്ടല്ലോ എങ്ങനെ വളർന്നു. അങ്ങനെ ഒരു കാര്യം നോക്കണം, നമ്മളൊന്ന് ഫേസ് ഒന്നും ബ്രൈറ്റനായ ആരും പറയത്തില്ല നല്ല നിറമുണ്ടല്ലോ എന്ന്. അതുപോലെ ഫേസ് ഒന്ന് നമ്മളൊന്ന് കറുക്കുകയല്ല ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ പറയും കറുത്തു പോയല്ലോ. അപ്പം നമ്മൾ ആലോചിക്കും എന്താ ഇത്രയും നിറമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കും. അതുപോലെ ആയിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ. മുടിയുള്ളപ്പോൾ ആരും പറഞ്ഞിട്ടില്ല മുടിയുണ്ടല്ലോ. മുടി പോയപ്പോൾ എവിടെ നിന്നൊക്കെ എത്ര പേരാന്നറിയാമോ എന്ന് പറയുന്നത് മുടി പോയി എന്തോ ഒരു ആകെ കോലായല്ലോ എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയും. അപ്പം പിന്നെ ഇപ്പം എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് മുടി ഒട്ടുമില്ല. കാരണം ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മൊട്ടയായി പോകുമെന്ന് തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ മുടി എനിക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഭയങ്കര ഒരു വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. ഒരു അല്ലൂസ് അങ്ങനെ ഏതോ ഒരു ചാനലായിരുന്നു കേട്ടോ. ആ ചേച്ചി പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തായിരുന്നു. സെർച്ച് ചെയ്തിട്ട് ഞാൻ അതുപോലെ ചെയ്യാൻ തുടങ്ങി. ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു വലിയ റിസൾട്ട് തോന്നിയില്ല. പക്ഷെ ആ ചേച്ചിയുടെ ഒരു പേരയിലയും കഞ്ഞിവെള്ളവും വെച്ചിട്ടുള്ള ഒരു പാക്ക് ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അത് ഭയങ്കര റിസൾട്ടായിരുന്നു. അതെന്ന് വെച്ചാൽ തിക്നെസ് കൂട്ടുകയല്ല, എൻ്റെ ഹെയറിൻ്റെ നീളം കൂടി എന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ. ഹെയറിൻ്റെ നീളം നല്ല രീതിയിൽ കൂടിയായിരുന്നു. അങ്ങനെ പിന്നെ തിക്നെസ് കൂട്ടാൻ എനിക്ക് നീളമില്ലെങ്കിലും കുറച്ച് കട്ടി മതി. കാരണം നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് കെട്ടി വെക്കുമ്പോൾ ഒരു ഭംഗി വേണമെങ്കിൽ നമുക്ക് മുടിക്ക് കട്ടി തന്നെ വേണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കൂടുതലും സെർച്ച് ചെയ്തത്. പക്ഷെ അതെങ്ങനെ ചെയ്യണോ എന്താ ചെയ്യണേന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ എവിടെയോ ഒരു പേജിൽ ഇങ്ങനെ വായിച്ചു, ഒരു വെള്ളിലത്താളി എന്ന് പറയുന്നൊരു ഇലയുണ്ട്. അപ്പം അത് നമ്മൾ വെള്ളത്തിലല്ല നമ്മൾ കല്ലിൽ ഉരച്ചിട്ട് അതിൻ്റെ പിഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അതൊരു ജെല്ലാവും. അത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പോ നമ്മൾ തേച്ചിട്ട് അത് കഴുകി കളയണം. അപ്പം അതിങ്ങനെ ഞാൻ ആഴ്ചയിൽ ഒരു 3 വട്ടം ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇല ഞാൻ തപ്പി കുറേ സ്ഥലത്ത് പോയി. പക്ഷേ ഞങ്ങൾ താമസിച്ച ഈ കല്ല് പ്രദേശങ്ങളിൽ മാത്രമേ അങ്ങനത്തെ ഇല കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കല്ല് പ്രദേശമുള്ള സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇല തന്നെ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തു. പക്ഷെ അത് തന്നെയായിരുന്നു. അപ്പം ഇങ്ങനെ അത് തേച്ച് കുളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര തണുപ്പുമാണ്, ഭയങ്കര റിസൾട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിങ്ങനെ തേച്ച് അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി എൻ്റെ ഹെയറൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കിളിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആയിരുന്നു ഞാൻ തേച്ചിട്ട് ഹെയറൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പുതിയ ഹെയറൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറെയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നല്ല മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ പാക്കുകളായിട്ട് യൂസ് ചെയ്ത ഉലുവ തലേന്ന് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് അരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് ഞാൻ തലയിൽ തേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് തിളപ്പിച്ച് ഞാനതൊരു സിറോ ആയിട്ട് യൂസ് ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് സിറോ ആയിട്ട് ഞാൻ ഒരാഴ്ച അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ വേപ്പില അതുപോലെ ചൂടുവെള്ളത്തിൽ വേപ്പില ചൂടാക്കി അതിൻ്റെ നീരുണ്ടല്ലോ, അതിൻ്റെ നീരും കൂടെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഓരോ സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർ പറയും ഇങ്ങനെ ചെയ്യലേ, ഉള്ള മുടിയും കൂടി പോകും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മുടി കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത് കേട്ടോ.
എന്തായാലും അവസാനം എനിക്ക് മനസ്സിലായി. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിക്ക് നല്ലൊരു കട്ടി വരാൻ തുടങ്ങി. ഭയങ്കര കട്ടി, പനങ്കൊല പോലെ മുടി വളർന്നു എന്നൊന്നും അല്ല പറയുന്നത്. അന്നത്തെ ഹെയറും ഇന്നത്തെ ഹെയറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുടിയില്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. കാരണം ഞാൻ എത്ര സങ്കടപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ ഉള്ള കാര്യം എനിക്കേ മനസ്സിലാവുള്ളൂ. കാരണം ഒരു ഹെയർ എക്സ്റ്റൻഷൻ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്ലിപ്പ് മണ്ടയിൽ ഇങ്ങനെ കയറിയിരിക്കും. അതുപോലും വെക്കാൻ എനിക്ക് മുടിയില്ലായിരുന്നു. അപ്പോൾ അത്രത്തോളം എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. പിന്നെ എന്താ, ഇപ്പോൾ യൂട്യൂബ് ചാനലോട് തുടങ്ങിയോണ്ട് നമുക്കത് വർക്കൗട്ടായ കാര്യങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ഒരാൾക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടുമെങ്കിൽ അത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നമുക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളെന്ന് പറഞ്ഞാൽ മുരിങ്ങയില, അതുപോലെ മുട്ട. പിന്നെ മുട്ടയൊക്കെ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയും എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനങ്ങനെ എണ്ണ തേക്കില്ല, അതുപോലെ തന്നെ മുടി അങ്ങനെ എല്ലാ ദിവസവും വാഷ് ചെയ്യില്ല. പക്ഷെ ഞാൻ കുളിക്കാതിരിക്കില്ല, കുളിക്കും. പക്ഷേ ഇങ്ങനെ എണ്ണ തേക്കുക അല്ലെങ്കിൽ ഞാൻ മുടി വാഷ് ചെയ്യുക ചെയ്ത് മുടിയിൽ ഞാൻ ഷാമ്പുവേ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴെങ്ങാനും ഷാമ്പു യൂസ് ചെയ്ത് കേട്ടോ. അപ്പം ഞാൻ മുട്ടയാണ് കൂടുതലും മുടി വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഞാനൊരു മുട്ട നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് വെള്ളത്തിൽ ഞാനങ്ങ് കഴുകി കളയും. അപ്പോൾ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മുരിങ്ങയില ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ മുരിങ്ങയില കഴിക്കാറുണ്ട് കേട്ടോ. സാധാരണ ഈ മഴയത്തെ സമയത്ത് ഞാൻ കഴിക്കില്ല, കാരണം അതെനിക്ക് വയറിന് പിടിക്കില്ല. അപ്പം ഞാനത് മഴ സമയത്ത് കഴിക്കാറില്ല. അല്ലാത്ത സമയങ്ങളിലൊക്കെ കഴിയുമ്പോൾ ഈ കർക്കിടക മാസത്തിലൊന്നും വീട്ടുകാരിത് കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് കേട്ടോ ഒട്ടും ഹെയർ ഇല്ലാത്തൊരു സമയത്ത് എടുത്തൊരു പിക്കാണ് കേട്ടോ. അതിനുശേഷം ഹെയർ പാക്കൊക്കെ ചെയ്ത് ഒരു 3 മന്ത് കഴിഞ്ഞപ്പോഴാണ് തിക്നെസ്സൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു പിക്കൊക്കെ കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. അപ്പം ഇനി ഏതൊക്കെ പാക്ക് യൂസ് ചെയ്തിട്ടാണ് ഹെയറിന് ഗ്രോത്ത് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.